പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിലെ 3-4 ദിവസത്തിലെ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിൻ്റെ 1-ാം ഞായറിലെ വായനകളിലൂടെ എന്ത് ലക്ഷ്യത്തോടെ എങ്ങനെ നാം നോമ്പാചരിക്കണം എന്ന് മനസ്സിലാക്കി. നോമ്പിൻ്റെ 2-ാം ദിവസം ശുബുക്കോനോ ദിനത്തിൽ ദൈവത്തോടും മറ്റുള്ളവരോടും അനുരഞ്ജനപ്പെട്ട് ശരിയായ ലക്ഷ്യബോധത്തോടെ സ്നേഹത്തിൻ്റെ അരൂപിയിൽ വചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ ജയിച്ച് നോമ്പിൽ വിശുദ്ധിയോടെ പ്രവേശിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തു. അതിനായി നിരന്തര ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. നോമ്പിൻ്റെ 3-4 ദിവസങ്ങളിലെ വചന സന്ദേശങ്ങൾ ഒരുമിച്ച് 2 ദിവസം ആവർത്തിച്ച് ധ്യാനിക്കാനായി 2 ദിവസത്തെ വചന സന്ദേശങ്ങൾ ഒരുമിച്ച് നൽകുകയാണ് ഈ എപ്പിസോഡിൽ. ഈ ദിവസങ്ങളിലെ സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മലയിലെ പ്രസംഗത്തിൽ സത്കർമ്മങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും യേശു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന പ്രബോധനമാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഒന്നാമതായി കർത്താവ് നമ്മോട് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത്. നാം നന്മ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. അങ്ങനെയായാൽ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല. മറിച്ച് ദൈവം കാണാൻ വേണ്ടിയും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടിയാകണം നമ്മുടെ നന്മ പ്രവൃത്തികൾ. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്ന 2ാമത്തെ കാര്യം, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ വേണ്ടി കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. അതായത് സകലരോടും കൊട്ടിഘോഷിക്കരുത്. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നോമ്പുകാലം നിസ്വാർത്ഥമായ നന്മ പ്രവൃത്തികളിലൂടെയും പരസ്നേഹ പ്രവൃത്തികളിലൂടെയും പരിത്യാഗങ്ങളിലൂടെയും ദൈവത്തെ സംപ്രീതനാക്കുകയും മഹത്വപ്പെടുത്തുകയും നമ്മയും ലോകത്തെയും വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യേണ്ട കാലമാണെന്ന സത്യം നാം ഓർക്കണം. ഇപ്രകാരമുള്ള നന്മ പ്രവൃത്തികളോട് കൂടിയ നോമ്പും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിലേക്ക് പറന്നുയരുന്നതിനും നിരന്തരം ദൈവവുമായി സംസർഗം ചെയ്യുന്നതിനും നമ്മെ സഹായിക്കുമെന്നാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. നമ്മുടെ പരസ്നേഹ പ്രവൃത്തികൾ എപ്രകാരമുള്ളതാണെന്ന് ആത്മശോധന ചെയ്യാം. നമുക്ക് ദൈവത്തെ സംപ്രീതനാക്കാൻ ഉതകുന്നതാകുവാൻ വേണ്ട കൃപയ്ക്കായി തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. യേശു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനമാണ് മത്തായി 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. കപടനാട്യക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയെ ഒരു പ്രകടനമാക്കി മാറ്റുകയാണ്. അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരുന്നില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകലെയാണ്. ഈ തിരുവചന ഭാഗത്ത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. എന്താണിതിൻ്റെ അർത്ഥം? പ്രാർത്ഥനയുടെ ഉറവിടം ഹൃദയമാണ്. മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ അന്തരാത്മാവിനുള്ളിൽ നിന്നുയരുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ഹൃദയപൂർവമായ പ്രാർത്ഥനകളെ
ദൈവം വിലമതിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കാണ് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത്. 2. പുത്രസഹജമായ സ്നേഹബന്ധത്തോടെ രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം. ദൈവവുമായി നമുക്കുണ്ടാകേണ്ട രഹസ്യമായ ഒരാത്മബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ ഒരാത്മബന്ധം, അന്തരാത്മാവിനുള്ളിലെ രഹസ്യമായ വ്യക്തിപരമായ ഒരാത്മബന്ധം. പ്രാർത്ഥനയുടെ ഉറവിടം ഹൃദയവും അടിസ്ഥാനം ദൈവത്തോടുള്ള ബന്ധവും പ്രാർത്ഥനയുടെ ചൈതന്യം സ്നേഹവുമാണെന്നാണ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. 3. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്താണ് ഇതിൻ്റെ അർത്ഥം? രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് നമ്മെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവപിതാവിനെയാണ്. അവിടുന്ന് നമ്മെ വ്യക്തിപരമായി അറിയുന്നു. നമ്മുടെ വിചാരവികാരങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും ഹൃദയരഹസ്യങ്ങളുമെല്ലാം അവിടുന്ന് അറിയുന്നു. ഈ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. 4. പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണമരുത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്നു. നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം അതിഭാഷണം ചെയ്യേണ്ട കാര്യമില്ല. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ഈ 4 കാര്യങ്ങളും മനസ്സിലുറപ്പിച്ച് നിരന്തരം ധ്യാനിച്ച് ശരിയായ പ്രാർത്ഥനാ രീതി അഭ്യസിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദിനങ്ങളിലെ ലേഖന ഭാഗം എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും. 6 പ്രധാന കാര്യങ്ങളാണ് ശ്ലീഹ ഈ ലേഖന ഭാഗം വഴി നമ്മോട് ആവശ്യപ്പെടുന്നത്. 1. വത്സല മക്കളെപ്പോലെ നാം ദൈവത്തെ സ്നേഹിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവരാകണം. 2. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നു. നമുക്ക് പരസ്പര സ്നേഹത്തിൽ വസിക്കാൻ കർത്താവ് കാണിച്ചു തരുന്ന മാതൃക ഇതാണ്. 3. എല്ലാവിധ മ്ലേച്ഛതകളും വ്യർത്ഥഭാഷണവും ചാപല്യവും അശുദ്ധിയും വ്യഭിചാരവും അത്യാഗ്രഹവും വെടിഞ്ഞ് കൃതജ്ഞതാസ്തോത്രത്തോടെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കണം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന ഒരു മുന്നറിയിപ്പാണ് 5-ാം വാക്യത്തിൽ ശ്ലീഹ നൽകുന്നത്. 4. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നു, പ്രകാശിതമായവയെല്ലാം പ്രക്ഷോഭിക്കും. ഇങ്ങനെ പ്രക്ഷോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അതായത് നാം മന്ദോഷ്ണതയിൽ നിന്നുണർന്ന് അല്ലെങ്കിൽ നിദ്ര വിട്ടുണർന്ന് തീഷ്ണതയോടെ ജീവിക്കണം എന്നർത്ഥം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കും, ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. അതിനാൽ നാം അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. 5. നാം വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, പകരം ആത്മാവിനാൽ പൂരിതരാകണം. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കണം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കണം. 6. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നാം പരസ്പരം വിധേയരായിരിക്കണം. സുവിശേഷ സന്ദേശങ്ങളോടൊപ്പം
വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്ന ഈ 6 സന്ദേശങ്ങളും കൂടെ നിരന്തരം ധ്യാനിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.